ഇപ്പം ചിലരോടൊക്കെ നമ്മൾ ഈ വാക്യമൊക്കെ പറയുമ്പോൾ എൻ്റെ ബ്രദറെ അതൊന്നും എന്നോട് ഈ കാര്യങ്ങളൊന്നും ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല അല്ലേ, ഈ സ്നേഹിക്കാൻ ഇത് മാത്രം എന്നോട് പറഞ്ഞു, വേറെ ബാക്കി എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യാം, ഇതെനിക്ക് പറ്റത്തില്ല. ശരിയാ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു ഒരു കാര്യവും നിങ്ങൾ ആരെ കൊണ്ടും പറ്റത്തില്ല. കർത്താവ് സ്നേഹിക്കാൻ പറഞ്ഞു, ആരെ സ്നേഹിക്കാൻ? ശത്രുവിനെ സ്നേഹിക്കാനാണ് പറഞ്ഞേ. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. ഇതൊരു 1000 വട്ടം പ്രസംഗിച്ച് വിശുദ്ധരാകുമോ? വിശുദ്ധരാകാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. പക്ഷെ അതിനൊരു വഴിയുണ്ട്. എന്താ വഴി? വിശുദ്ധിയുടെ ആത്മാവുമായിട്ട് കണക്ട് ചെയ്താൽ മതി, വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിച്ചാൽ മതി, വിശുദ്ധരാകും. അപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഈ മർമ്മം പിടികെട്ടാത്തപ്പോൾ ഇവരെന്ത് ചെയ്യും? എന്നാൽ ശരി വിശുദ്ധരായേക്കാന്ന് വിചാരിച്ചെങ്കിൽ വിശുദ്ധരാവാൻ ഒരു ശ്രമം തുടങ്ങും. ഉപവസിച്ച് വിശുദ്ധരാവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കണ്ണ് കെട്ടി വിശുദ്ധരാവാൻ ശ്രമിക്കും, യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്ത് വിശുദ്ധരാകാൻ ശ്രമിക്കും, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ ചെറിയ ഫോൺ മാത്രം ഉപയോഗിച്ച് വിശുദ്ധരാകാൻ ശ്രമിക്കും. പിന്നെ ഇങ്ങനെ പല വെള്ള ഇട്ട് വിശുദ്ധരാകാൻ ശ്രമിക്കും, ഹവായി ചെരുപ്പിട്ട് വിശുദ്ധരാകാൻ ശ്രമിക്കും. എന്നാൽ ഇതെല്ലാം ചെയ്താലും ഹൃദയത്തിൽ എന്താ? അശുദ്ധിയാ. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങിയ ഇതൊന്നും വേണ്ട, നീ കളറിട്, നീ ബ്ലാക്കും ഇട്, യൂട്യൂബും കൊണ്ട് കൈ നടക്ക്, എന്നാൽ നിന്റെ കണ്ണ് മാറത്തില്ല. ഹല്ലേലൂയ.